എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വൈദിക കൂട്ടായ്മ സമ്മേളനം തത്സമയം. ലോബിയിങ് ആണ് ഞങ്ങൾ മനസ്സിലാക്കുന്നതനുസരിച്ച്. ഒരു ചങ്ങനാശ്ശേരി ലോബി, ഒരു മലബാർ ലോബി, ഒരു തൃശൂർ ലോബി, ഒരു എറണാകുളം ലോബി, അങ്ങനെ ഇതിനകത്ത് മുഴുവൻ ലോബികളാണ്. ഈ ലോബികളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുകയാണ്. പല ബിഷപ്പുമാരും തമ്മിൽ കണ്ടാൽ പരസ്പരം സംസാരിക്കുന്നില്ല. അങ്ങനെ ഒരു ഗതികേടിലാണ് ഈ സിനഡ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം അതാണ്. അതായത് കഴിഞ്ഞ ജൂലൈ 1-ാം തീയതി ഒരു സമവായം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുമായി ചർച്ച ചെയ്ത് മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ സമവായം ഉണ്ടാക്കിയതാണ്. ആ സമവായത്തിനകത്ത് ബിഷപ്പുമാർ പോലും പ്രതീക്ഷിക്കാത്ത അത്ര വലിയ വിട്ടുവീഴ്ച ഞങ്ങൾ ചെയ്തു. എല്ലാ പള്ളികളിലും ഒരു ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു സിനഡ് കുർബാന ചെല്ലാമെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡിന്റെ കണക്കനുസരിച്ച് തന്നെ 128 പള്ളികളിൽ അത് നടപ്പിലായി. 128 പള്ളികളിൽ അത് നടപ്പിലായി. അത് നടപ്പിലായതിനു ശേഷവും അവർ പറഞ്ഞ അടുത്ത കണ്ടീഷനാണ് ഇവിടത്തെ മറ്റ് വൈദികർക്കുള്ള അതേ സ്വാതന്ത്ര്യത്തോടു കൂടി ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കാമെന്നുള്ളത്. ആ സമവായത്തിന്റെ ജൂലൈ 1-ലെ സമവായത്തിന്റെ കണ്ടീഷനാണ്. ആ സമവായത്തിന്റെ അറിയിപ്പ് ഒപ്പിട്ടിരിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പാണെന്ന് ഓർക്കണം. നിങ്ങൾ ആലോചിച്ചു, മേജർ ആർച്ച് ബിഷപ്പ്, സീറോ മലബാർ സഭയുടെ അധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂര് കൂടി ലെറ്റർ ഹെഡിൽ എഴുതി ഒപ്പിട്ട് അറിയിച്ച അറിയിപ്പിനെയാണ് ഇന്ന് അവർ തള്ളി പറയുന്നത്. ആ അറിയിപ്പാണ് നടക്കാത്തത്. ഞങ്ങൾ പിറ്റേ ദിവസം മേജർ ആർച്ച് ബിഷപ്പിനോട് നേരിട്ട് എന്ന് ചോദിച്ചപ്പോ ഞാൻ അത് പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു എന്നാണ് മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം, ഈ മേജർ ആർച്ച് ബിഷപ്പായിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേറെ കുറെ പേരെ സമ്മതിക്കില്ല. ഈ മേജർ ആർച്ച് ബിഷപ്പിനെ കൊണ്ട് അനങ്ങാൻ സമ്മതിക്കില്ല. ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. ഈ മേജർ ആർച്ച് ബിഷപ്പ് വന്നതിന് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇന്നല്ലാതെ ഇതുവരെ ഒരു പബ്ലിക് പ്രൊട്ടസ്റ്റ് ഉണ്ടായിട്ടില്ല. മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ സംസാരിച്ച് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഞങ്ങളുടെ പരമാവധി പരിശ്രമിക്കാം. പക്ഷേ ഈ മേജർ ആർച്ച് ബിഷപ്പിന്റെ കാലത്ത് ഈ മേജർ ആർച്ച് ബിഷപ്പിനെ കൊണ്ട് പരിഹാരം ഉണ്ടാക്കിക്കില്ല എന്ന് ചില ബിഷപ്പുമാർ തീരുമാനിച്ചാൽ പിന്നെ അവർക്ക് അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിനെ കൈവിട്ടു പോവുകയാണ്. ഇവിടെയാണ് പ്രശ്നം. അത് ബിഷപ്പുമാർ തമ്മിലുള്ള പടലപടക്കത്തിന്റെ ബാക്കി പത്രമാണ്. അത്തരം പേരുകൾ ഇപ്പൊ പറയുന്നത് ഉചിതമല്ല. ഞാൻ പറയാം, അതൊരു സമയമാകുമ്പോഴത്തേക്ക് ഞങ്ങൾ കൃത്യമായി വെളിപ്പെടുത്താം. നമുക്കറിയാം കൃത്യമായിട്ട് ഏതാണ് ലോബി എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്കും അറിയാം, വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷെ അത്തരം പേരുകൾ ഇപ്പൊ വെളിപ്പെടുത്തുന്നത് ശരിയല്ലാത്തത് കൊണ്ട് പറയുന്നില്ല. നിങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. പുതിയ സഭ എന്ന് നമ്മൾ പറഞ്ഞത് പുതിയ സഭയല്ല. പുതിയ സഭ എന്ന് പറഞ്ഞത് മാർപ്പാപ്പയുടെ കീഴിലുള്ള മെത്രാപ്പോലീത്തൻ സഭ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഒരു മെത്രാപ്പോലീത്തയും ഒരു രൂപതയും മാത്രമുള്ള സഭ. മാർപ്പാപ്പയുടെ കീഴിൽ ഇപ്പൊ ഇനി കോട്ടയം സീറോ മലബാർ സഭയ്ക്കകത്ത് അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അത് കോട്ടയം രൂപതയാണ്. കോട്ടയം രൂപത ഒരു സ്വതന്ത്ര രൂപതയാണ്. അത് ജ്ഞാനായ രൂപതയാണ്. കോട്ടയം രൂപതയ്ക്ക് ലോകം മുഴുവൻ പള്ളികളുണ്ട്. അവരുടെ ആളുകൾ ഇവിടെ മറ്റു രൂപതകൾക്ക് എറണാകുളത്ത് പള്ളികളുണ്ട് കോട്ടയം രൂപതയിൽ. അപ്പൊ ഇത്തരം സംവിധാനങ്ങൾ ഈ സഭയിൽ അവൈലബിൾ ആണ്. ആ സംവിധാനങ്ങളെ ഞങ്ങൾ ഉപയോഗിക്കുമെന്നാണ് ഞങ്ങൾ ഈ പറഞ്ഞു വരുന്നത്. അല്ലാതെ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ഒരു സംവിധാനത്തെ കുറിച്ച് അല്ല പറയുന്നത്. ഓക്കെ. നമുക്ക് ഇവിടെ ഒന്ന് താഴത്തേക്ക് ഇറങ്ങാം.
എന്നിട്ട് എനിക്ക് തോന്നുന്നു വൈദികർ എല്ലാവരും ഇവിടെ ഇരിക്കണം. എന്നിട്ട് ഒരു സമിതി നിങ്ങൾ രൂപീകരിക്കണം. നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. നമുക്ക് താഴത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്കൊരു ചെറിയ വാർത്തയിലേക്ക് പോവുകയാണ്. PV അൻവറിന് മറുപടിയുമായി CPIM. അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി. കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തെക്കുറിച്ച് ധാരണയില്ല. അൻവറിനെ പ്രതിരോധിക്കാൻ